ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 33 ശ്ലോകം 5. അംബരീഷ മഹാരാജാവ് തൻ്റെ അടുത്ത് വന്നു ചേർന്ന ദുർവാസാവ് മഹർഷിയെ കണ്ട് വളരെയധികം സന്തോഷിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആ ഏകാദശി വ്രതത്തിൻ്റെ ദ്വാദശി വ്രതത്തിൻ്റെ പൂർണ്ണത ഇത്രയും വലിയ ഒരു ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ ആഗമനത്താൽ ധന്യായി എന്ന് വിചാരിച്ച് വേഗം കുളിച്ചിട്ട് വരൂ, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം ആവട്ടെ, ദുർവാസാവാകട്ടെ, വളരെ പതുക്കെ ഇത് വൈകിക്കണം, മുഹൂർത്തത്തിന് പാരണ നടക്കരുത് എന്ന് വിചാരിച്ച് മെല്ലെ യമുനാ നദിയിൽ പോയി കുളിച്ച് വന്നില്ല. കുളിച്ച് വരാനൊക്കെ വൈകി. ആ സമയത്ത് രാജാവിന് പാരണയുടെ മുഹൂർത്തമേ ഉള്ളൂ, കുറച്ച് സമയമേ അത് കഴിഞ്ഞു പോവുമല്ലോ എന്ന് വിചാരിച്ച് വല്ലാതെ വിഷമായി. ആ സമയത്ത് അവിടെയുള്ള വിദഗ്ധന്മാരായിട്ടുള്ള ഗുരുക്കന്മാരുടെയൊക്കെ അഭിപ്രായപ്രകാരം അദ്ദേഹം വെള്ളം മാത്രം കഴിച്ച് പാരണ വീടി. അപ്പം ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ സമാധാനമായിരിക്കുമ്പോൾ പാരണ കഴിച്ചു, വെള്ളം കുടിച്ചു എന്നറിഞ്ഞ ദുർവാസാവ് ജ്ഞാനദൃഷ്ടി കൊണ്ട് അതൊക്കെ കണ്ടു. നല്ല തപശക്തിയാണ് ദുർവാസാവ്, വലിയ ശിവഭക്തനാണ്. അതുപോലെ തന്നെ കോപമുണ്ട്. ആ കോപം കൊണ്ട് സകല ശക്തിയും ചോർന്നു പോവുകയും ചെയ്യും, വീണ്ടും തപസ് ചെയ്യും. അതാണ് ദുർവാസാവിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ഭഗവാൻ ശ്രീഹരി അത് തൻ്റെ ഭക്തൻ്റെ ഉന്നതി ലോകത്തിന് കാണിച്ചു കൊടുക്കാനാവട്ടെ എന്ന് കരുതി അങ്ങനെ ഭഗവാനും പ്രേരിപ്പിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. രാജാവ് വളരെ വിഷമത്തോടുകൂടി ഈ ദ്വാദശി പാരണ ചെയ്തു. ആ സമയത്ത് അങ്ങനെ ദൃഷ്ടിയോടുകൂടി അത് കണ്ട ആ ദുർവാസാവ് അവിടെ വരികയും രാജാവിനെ വളരെയധികം അധിക്ഷേപിക്കുകയും ദേഷ്യം സഹിക്കാൻ വയ്യാതെ ജട അങ്ങോട്ട് അഴിച്ചിട്ട് അതിന്നൊരു മുടി പറിച്ചെടുത്ത് ഒരു കൃത്യ എന്ന് പറയണ ഭയങ്കരിയായിട്ടുള്ള രാക്ഷസിയെ സൃഷ്ടിക്കുകയും ചെയ്തു. ശ്ലോകം 5. രാജ്ഞാഥ പാരണമുഹൂർത്ത സമാപ്തിഖേദാത് ദ്വാരൈവ പാരണമകാരി ഭവത്പരേണ പ്രാപ്തോ മുനി തദഥ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ കൃതോദ്ധൃതജഡോ വിദദാനകൃത്യാം. അർത്ഥം: അഥ അങ്ങനെ ആ സമയത്ത് ഈ പാരണയുടെ മുഹൂർത്തം ആവുകയും ചെയ്തു. മഹർഷി കുളിച്ച് വന്നിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഭവത്പരേണ ഭഗവാനിൽ മാത്രം മനസ്സുറപ്പിച്ചിട്ടുള്ള ആ അംബരീഷൻ, എനിക്ക് ഈ വ്രതത്തിൻ്റെ ഫലം കുറയൂലോ എന്നൊന്നും വിചാരിച്ചിട്ടല്ല, വ്രതം വേണ്ട വിധം അനുഷ്ഠിച്ച് ഭഗവാന് സന്തോഷമാക്കാൻ വേണ്ടി മാത്രം. രാജ്ഞ ആ രാജാവ് അംബരീഷൻ പാരണമുഹൂർത്ത സമാപ്തി ഖേദാത്, പാരണയുടെ മുഹൂർത്തം കഴിഞ്ഞു പോകുമല്ലോ എന്നുള്ള ആ ഖേദം കൊണ്ട് മാത്രം വാരാ ഏവ പാരണം അകാരി, വാരം വാരി എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം, വെറും വെള്ളം കൊണ്ട് മാത്രം പാരണ വീടി. അഥാ പ്രാപ്ത, ആ സമയത്ത് ഇതൊക്കെ ദിവ്യദൃഷ്ടി കൊണ്ട് അറിഞ്ഞ ദുർവാസാവ് പ്രാപ്ത അവിടെ എത്തിച്ചേർന്നു. തത് ദിവ്യദൃശാജാനൻ, അതെല്ലാം ദിവ്യദൃഷ്ടി കൊണ്ട് അറിഞ്ഞിട്ടാണ് വന്നത്. മുനി ക്ഷിപ്യൻ, മുനി മഹർഷി ഈ അംബരീഷ മഹാരാജാവിനെ വല്ലാതെ അധിക്ഷേപിച്ചു. ഇത്ര സമയം കഴിക്കാതിരുന്നില്ല അല്ലേ, എന്നോട് കുളിച്ചു വരാൻ പറഞ്ഞിട്ട് എന്നെ അപമാനിച്ചു അല്ലേ എന്നൊക്കെ വല്ലാതെ നിന്ദിച്ചു. ക്രുധ, അതുകൊണ്ടും ദേഷ്യം അടങ്ങാതെ തലമുടി പറിച്ച് നിലത്തടിച്ചു. ഉദ്ധൃത ജട, ജട അതിൽ നിന്നും പറിച്ചെടുത്തു. കൃത്യാം വിദദാന, പിശാചരൂപിണിയായിട്ടുള്ള കൃത്യയെ സൃഷ്ടിക്കുകയും ചെയ്തു. രാജ്ഞാഥ പാരണമുഹൂർത്ത സമാപ്തിഖേദ, രാജാവാകട്ടെ ആ പാരണയുടെ മുഹൂർത്തം കഴിഞ്ഞു പോകുമല്ലോ എന്നുള്ള ആ ഖേദം കൊണ്ട് മാത്രം, ദ്വാരൈവ അങ്ങനെയല്ല വാരൈവ എന്ന് വായിക്കണം, ഖേദാത് വാരൈവ, വെള്ളം കൊണ്ട് മാത്രം പാരണം അകാരി, ദ്വാദശി പാരണ ചെയ്തു. ഭവത്പരേണ, ഭഗവാനിൽ ഭക്തനായിരുന്നുവല്ലോ എന്നും അംബരീഷ മഹാരാജാവ്.
പ്രാപ്തോ മുനിസ്തദഥ. ആ സമയത്ത് മുനി ദുർവാസാവ് അവിടെ എത്തിച്ചേർന്നു. ദിവ്യദൃശാ വിജാനൻ. കുളിക്കുന്ന സമയത്ത് ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാം കണ്ടപ്പോൾ വേഗം ഓടി വന്നതാണ്. ക്ഷിപ്യൻ. രാജാവിനെ കുറേയധികം അധിക്ഷേപിച്ചു. ക്രുധാത് ധൃതജഡോ. ദേഷ്യം സഹിക്കാൻ വയ്യാതെ ജഡ പറിച്ചെടുത്തു. വിദദാന കൃത്യാം. ഒരു തലമുടി ഇഴയിൽ നിന്നും കൃത്യയെ സൃഷ്ടിക്കാൻ മാത്രം അത്രയധികം തപശക്തിയുള്ള ആളായിരുന്നു ഈ ദുർവാസാവ്. എന്നിട്ടും വേണ്ടതുപോലെയല്ല എപ്പോഴും പ്രവർത്തിക്കാം. വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയുണ്ടല്ലോ, ദുര്യോധനൻ എപ്പോഴും ദേഷ്യമല്ലേ, എന്തെങ്കിലും ചെയ്താൽ എല്ലാ കാര്യവും പാണ്ഡവന്മാർക്കെതിരായിട്ട് വരണം എന്നാണ്. അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഒരിക്കൽ ദുർവാസാവിനെ വിളിച്ചു വരുത്തി, കാട്ടിൽ പോകണം, എൻ്റെ സഹോദരന്മാർ അവിടെ ഭക്ഷണം കഴിക്കാനും ഒന്നൊക്കെ ഉണ്ടോയെന്നൊക്കെ ഒന്ന് അന്വേഷിക്കൂ, ദ്രൗപദിയുടെ കൈപുണ്യം വളരെ പ്രസിദ്ധമാണ്, അങ്ങ് ഭക്ഷണം കഴിക്കണം, കുറച്ച് വൈകിട്ട് ചെന്നാൽ മതി, അല്ലെങ്കിൽ ദ്രൗപദിക്ക് വിഷമാവും എന്നൊക്കെ പറഞ്ഞ് ആ അക്ഷയപാത്രം, അതിനങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ദ്രൗപദി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എത്ര ആൾ വന്നാലും അവരൊക്കെ കൂട്ടാനുള്ള ഭക്ഷണം അക്ഷയപാത്രം കൊടുക്കും. അന്ന് ഈ ദുര്യോധനൻ പറഞ്ഞയച്ചപ്പോഴും ഇതേപോലെ ദുർവാസാവ് വൈകി അവിടെ ചെല്ലുകയും ദ്രൗപദിയുടെ ഭക്ഷണം കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദ്രൗപദി എപ്പോഴും എന്നതുപോലെ തന്നെ ആപദ്ബാന്ധവനായ കൃഷ്ണനെ വിചാരിക്കുകയും കൃഷ്ണൻ അവിടെ വന്ന് ഒരു ചീരയില കൃഷ്ണൻ്റെ നാവിൽ വെച്ചതും ഭൂമിയിലെ സകല ജീവജാലങ്ങളും വയറ് നിറഞ്ഞ് തൃപ്തരായി എന്നാണ്. പിന്നെ ദുർവാസാവും പരിവാരങ്ങളും ആ ഭാഗത്തേക്ക് പോലും വരാതെ ഓടിപ്പോയി. അങ്ങനെ എത്ര അവസരങ്ങൾ സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മുൻപ് പറഞ്ഞില്ലേ, ദേവേന്ദ്രൻ താൻ കൊടുത്ത ആ മാല ആനയുടെ മസ്തകത്തിൽ വെച്ചു, ആന അതിനെ ചവിട്ടി എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് ദേവസമൂഹത്തിനെ മുഴുവനും എന്തൊരു വലിയ ശാപമാണ് കൊടുത്തത്. ഇവിടെ അതുപോലെ തന്നെ മഹാരാജാവിനെ ഇല്ലാതാക്കാൻ നോക്കട്ടെ, മഹാരാജാവിൻ്റെ ഭക്തിയാണോ എൻ്റെ തപശക്തിയാണോ വലുത് എന്നൊന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ്. എന്താ ഉണ്ടായത് എന്നിട്ട് നമുക്ക് കാണാം. എപ്പോഴും ഭഗവാൻ തൻ്റെ ഭക്തനെ നശിക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കില്ല. ഒരു വർഷത്തെ ഏകാദശി പൂർണ്ണമാവണമെങ്കിൽ ഈ പാരണ ചെയ്യണം. അതിനെന്താ വേണ്ടത് എന്ന് അറിവുള്ള ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരോട് രാജാവ് ചോദിച്ചപ്പോൾ ശാസ്ത്രത്തിൽ ഇങ്ങനെയാണ് പറയണത് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞതനുസരിച്ചാണ് ഇദ്ദേഹം തുളസി തീർത്ഥം കുടിച്ചത്. രാജാവ് വ്രതം പൂർണ്ണമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ക്രൂരബുദ്ധി വന്ന, മുൻപ് തന്നെ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്ന ഒരു താല്പര്യത്തോടു കൂടിയുള്ള ദുർവാസാവ് അങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചത്. രാജാവിനെ നശിപ്പിക്കാനായിട്ട് രാക്ഷസിയെ, തീ തുപ്പുന്ന രാക്ഷസിയെ സൃഷ്ടിക്കുകയും ചെയ്തു. ശ്ലോകം ഒന്നും കൂടി നോക്കാം. രാജ്ഞാഥ പാരണമുഹൂർത്ത സമാപ്തി ഖേദാത് വാരൈവ പാരണം അകാരി ഭവത്പരേണ.